നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചലനം 2026 വർണ്ണാഭമായി. പ്രതിഭകളുടെ പ്രകടനം കണ്ട് കാണികളുടെ കണ്ണുകൾ നിറഞ്ഞു. വിവേകാനന്ദനും സവർക്കറും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ. ദേശീയ യുവജന ദിനത്തിൽ തിരൂരിൽ വിവേകാനന്ദ സ്വാമിയുടെ പ്രസക്തിയെക്കുറിച്ച് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ചലനം ഭിന്നശേഷി കലോത്സവത്തിൽ ശ്രദ്ധേയമായി പുറത്തൂർ ബഡ്സ് സ്കൂളിലെ അജീബിന്റെ നാടോടി നൃത്തം. കണ്ണ് ചിമ്മാതെ ഓരോ നിമിഷവും ശ്വാസമടക്കി പിടിച്ചാണ് കാണികൾ നൃത്തം കണ്ടത്. മകന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ആക്ഷേപം. താന്നൂർ ഓലപ്പിടിക സ്വദേശി തർമൽ വീട്ടിൽ യാഹുവാണ് മകൻ റസാഖിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. രണ്ടത്താണി തോഴന്നൂർ തുഷാര ക്ലബ് സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഡോക്ടർ KP കരീമിനും ഡോക്ടർ C അബ്ദുൽ ഹമീദിനും സിൽവർ ജൂബിലി പ്രത്യേക ഉപഹാരം സമർപ്പിച്ചു. പാലിയേറ്റീവ് ദിന ധനസമാഹരണത്തിന്റെ ഭാഗമായി ബർസാത്ത് ബസ് സർവീസ് നടത്തി. വയലത്തൂരിലെ ഉരുമ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനാണ് സർവീസ് നടത്തിയത്. വാർത്തകൾ വിശദമായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചലനം 2026 വർണ്ണാഭമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ SSM പോളിടെക്നിക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബ്ലോക്ക് പഞ്ചായത്തിൽ സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 5 കൊല്ലമായി നമ്മൾ തുടർച്ചയായി ചലനം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾ ഓരോ ദിവസവും ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും ചെയ്യാൻ കഴിയുമെന്നും പഴയ കാലത്ത് അവരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം അവരെ ഓർത്ത് ദുഃഖിച്ച് വീട്ടിലിരുന്നതിന് പകരം അവരുമായി പൊതുയിടങ്ങളിൽ പോയാൽ അഭിമാനകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നും നമുക്ക് കാണുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത്. 5ാമത്തെ കൊല്ലം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്നുള്ള നിരവധി ഭിന്നശേഷി വ്യക്തികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദേവയാനി മാമ്പറ്റ, മുജീബ് പൂളക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P കുമാരൻ, T ഇസ്മായിൽ,
മെമ്പർമാരായ ഫൗസിയ നാസർ, വി തങ്കമണി, അനിത, റംഷീദ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ കാവീട്ടിൽ സ്വാഗതവും CDPO റംല ബീഗം നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. വിവേകാനന്ദനും സവർക്കറും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഗാന്ധിയെ സ്മരിക്കാതിരിക്കുകയും എന്നാൽ സവർക്കറെ വീരപരിവേഷം നൽകുകയും ചെയ്യുന്നത് ചരിത്രത്തെ മറച്ചുവെക്കാനാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ. ദേശീയ യുവജന ദിനത്തിൽ AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വിവേകാനന്ദ സ്വാമിയുടെ പ്രസക്തിയെക്കുറിച്ച് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നുകിൽ വിവേകാനന്ദനെ മതത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ വിസ്മരിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. കാഷായ വസ്ത്രവും സന്യാസവും വിശ്വാസവും ഉയർത്തുന്നതിന്റെ പവിത്രത വിവേകാനന്ദനിൽ നിന്നാണ് സമൂഹം പഠിക്കേണ്ടത്. സർവർക്കറിൽ നിന്നോ അദ്ദേഹത്തിന്റെ ചിന്തകളോ അല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ വഴിതെളിച്ചാണ്. അതിവിടെ മാത്രമല്ല, ലോകമാകെയുള്ള ജനങ്ങൾക്ക് ഭാരതം എന്ന രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ച് ഒരു ചെറു പ്രസംഗത്തിൽ കൂടി ലോകത്തോട് പറഞ്ഞ ആളാണ് വിവേകാനന്ദൻ. നമ്മുടെ നാടും അദ്ദേഹവുമായി വലിയ ബന്ധമുണ്ട്. നമ്മളെല്ലാവരും കന്യാകുമാരി എന്ന് പറയുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ വിവേകാനന്ദ പാറയുണ്ട്. നമ്മുടെ നാട്ടിൽ അദ്ദേഹം വന്നു. ഈ നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ നാടിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായി. കേരളത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നറിയോ? കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയമാണെന്ന് അദ്ദേഹം മനംനൊന്ത് പറഞ്ഞത്. ഇവിടെ വരുമ്പം അദ്ദേഹം ധരിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണ്. 44 നദികൾ, വലിയ വലിയ കുന്നുകൾ, വെള്ളച്ചാട്ടങ്ങൾ, പർവ്വതനിര, ഇവിടുത്തെ കായലും കടലും. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് രജീഷ് കാടായിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ തുഫേൽ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഷെഫീർ കിഴിശ്ശേരി, AIYF ജില്ലാ സെക്രട്ടറി EV അനീഷ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ബാലകൃഷ്ണൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് മാസ്റ്റർ, CPI മണ്ഡലം സെക്രട്ടറി ബാബു വൈരങ്കോട്, KP ഹരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. AIYF മണ്ഡലം പ്രസിഡന്റ് അരുൺ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. AIYF നേതാക്കളായ അയൂബ് വേളക്കാടൻ, യൂസഫ് കലയത്ത്, അരുൺ വണ്ടൂർ, KV നാസർ, വിനോദ് പള്ളിയാലിൽ, ജബ്ബാർ പിലാലശ്ശേരി, ഉദയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. മെഴികൾ നിറയാതെ ആർക്കും ഈ നാടോടി നൃത്തം കണ്ടു തീർക്കാനാകില്ല. കണ്ണ് ചിമ്മാതെ ആവേശത്തോടെ ഓരോ നിമിഷവും ശ്വാസമടക്കി പിടിച്ച് അജീബിന്റെ പ്രകടനം കാണുകയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ചലനം ഭിന്നശേഷി കലോത്സവത്തിനെത്തിയ ആസ്വാദകർ. പ്രേക്ഷക ഹൃദയം കവർന്ന അജീബിന്റെ നാടോടി നൃത്തം ഏറെ ശ്രദ്ധേയമായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ചലനം ഭിന്നശേഷി കലോത്സവ വേദിയിലെ മറക്കാനാവാത്ത സുവർണ നിമിഷങ്ങളാണ് പുറത്തൂർ ബഡ്സ് സ്കൂളിലെ മുട്ടന്നൂർ സ്വദേശിയായ അജീബ് പ്രേക്ഷകർക്കായി സമ്മാനിച്ചത്. ചെറുപ്രായത്തിൽ ശരീരത്തിനേറ്റ വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നാടോടി നൃത്തത്തിൽ അജീബ് കയ്യടി നേടിയത്. കോഴിമാറും
ബഡ്സ് സ്കൂളിലെ ടീച്ചർ ജംഷീലയാണ് അജീബിനെ പരിശീലിപ്പിച്ചത്. നൃത്തത്തോടുള്ള അജീബിന്റെ താല്പര്യം കൊണ്ടാണ് ജംഷീല ടീച്ചർ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് നൃത്തം പരിശീലിപ്പിച്ചത്. പ്രച്ഛന്നവേഷത്തിലും നാടോടി നൃത്തത്തിലും അജീബിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വെട്ടൻ ന്യൂസ്, തിരൂർ. മകന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ആക്ഷേപം. കൊണ്ടോട്ടി പോലീസിനെതിരെ ഗുരുതര ആരോപണമുന്നയിച്ച് മരിച്ചയാളുടെ പിതാവും ബന്ധുക്കളും. താന്നൂർ ഓലപ്പീടിക സ്വദേശി തർമൽ വീട്ടിൽ യാഹുവാണ് മകൻ റസാക്കിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. 2025 ഓഗസ്റ്റ് 3 പരാതിക്കാരനായ യാഹുവിന്റെ മകൻ റസാഖ് മരണപ്പെട്ടത്. കൊണ്ടോട്ടി പോലീസാണ് വിവരം യാഹുവിനെ അറിയിച്ചത്. മകന്റെ ഭാര്യയുടെ ബന്ധുക്കളും റസാഖുമായി പ്രശ്നമുണ്ടായെന്നും മകൻ മരണപ്പെട്ടുവെന്നും പോലീസ് പറഞ്ഞതായാണ് യാഹു പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ കുറച്ചാളുകൾ മൃതദേഹം മോർച്ചറിയിലെത്തിച്ച് പോയതായി വിവരം ലഭിച്ചു. പിന്നീട് റസാഖിന്റെ ഭാര്യയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരനും ജ്യേഷ്ഠനും ചേർന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് എന്ന് സമ്മതിച്ചതായി പരാതിക്കാരൻ പറയുന്നു. നമ്മൾ അവരോട് പറയുന്നുണ്ട്, തൂങ്ങി മരണല്ല, അതിന്റെ മോനെ അടിച്ചു കൊന്നതാ അവരെ അടിച്ചു കൊന്ന. അതിനെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടീനെ ആലോചിച്ചിട്ട്, ഈ കുട്ടിക്ക് ഹാർട്ട് കംപ്ലൈന്റ് ഉള്ള ഒരു കുട്ടിയാണ്. ആദ്യത്തെ വീട്ടിൽ 2 മക്കളുണ്ട്. അതിന് ചെലവിന് കൊടുക്കുന്നു, സ്കൂൾ പഠിപ്പിന് ഒക്കെ ഇവനെ പൈസ കൊടുക്കല്, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കല. ആ കുട്ടിക്ക് ഇന്ന് ഗതിയില്ലാണ്ട് പഠിക്കുവയ്ക്ക. 16 വയസ്സ് 17 വയസ്സാ അവനെ. എനിക്ക് വിളിച്ചാണ്ട് പറയാൻ, എനിക്ക് സ്കൂളത്തെ ചെലവിന് പോലും ഇല്ലാണ്ട് ഞാൻ പഠിക്കുവാനാണ് ഇപ്പൊ എന്നോട്. റസാഖും ഭാര്യയും തമ്മിലുണ്ടായ ബന്ധത്തെ ഭാര്യയുടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും മകൻ ആത്മഹത്യ ചെയ്തതായാണ് പോലീസ് പറയുന്നതെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് SP പരാതി നൽകാൻ കൊണ്ടോട്ടി SI സമ്മതിച്ചില്ല. എന്നാൽ DGP, മുഖ്യമന്ത്രി, മന്ത്രി V അബ്ദുറഹിമാൻ എന്നിവർക്ക് താൻ പരാതി നൽകി. ഇക്കാര്യത്തിൽ മൊഴിയെടുക്കാൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ മകനെ അപായപ്പെടുത്തിയതാണെന്നും നിങ്ങൾക്ക് ഇവിടെ നീതി കിട്ടില്ലെന്നും SHO പറഞ്ഞതായും അദ്ദേഹം ആരോപിക്കുന്നു. താനാണ് പ്രതി എന്ന രീതിയിലാണ് പോലീസുകാർ പെരുമാറിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിനപ്പുറം പോലീസ് ഒന്നും ചെയ്തില്ലെന്നാണ് ആക്ഷേപം. അവന് ഒരിക്കലും ആ പണി ചെയ്യൂല. കാരണം അവനക്ക് ബാധ്യതകളൊന്നുമില്ല, കടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണത്. ഇവന് ജോലി കഴിഞ്ഞ് പോയതാ. ആ പോണ സമയത്ത് വീട്ടിൽ ചെന്നപ്പോ പറ്റാത്തൊരു വ്യക്തിനെ കണ്ട്, കാമുകനാണെന്നാ പറഞ്ഞത്. അങ്ങനെ ഇവര് പിന്നെ വാക്ക് തർക്കമുണ്ടായി. ഇവന്റെ ആ ടീമിനെ വിളിച്ചു നിർത്തി, വാപ്പാനെയും ആങ്ങളാരെയും വിളിച്ചു നിർത്തിയിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായതാ. പോലീസ് വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ മോനും വീട്ടുകാരും അടിയുണ്ടായിട്ട് മോൻ മരിച്ചെന്നാണ് വിളിച്ചറിഞ്ഞത്. നിങ്ങൾ രാത്രി വരണ്ട, നേരം വെളുത്തിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതേമായിട്ട് എൻ്റെ മക്കള് പോയി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു, ഇവരെ 2 ആള് കൊടുന്നിട്ട് കണ്ട് മാറിക്കണ്, ഞങ്ങൾക്ക് അറിയില്ലാന്നാണ്. 2-3 ആളുണ്ട് അവരെന്നാണ്. അവിടെ ഒരു കുട്ടിയില്ല. അവിടെ മൂത്ത അളിയനുണ്ട്. ആ അളിയനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞെന്താണ്, എനിക്ക് വരാൻ പറ്റൂല. പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ബോഡി കൊണ്ടുപോയിക്കോളുന്നു, പിറ്റേ ദിവസം ബോഡി കൊണ്ടുപോയിക്കോളി, നമുക്ക് അവരെ വിളിക്കാന്ന് പറഞ്ഞു. അവര് പോലീസ് വിളിക്കണമില്ല. നമ്മൾ ചെന്നാൽ നമ്മൾ പരാതി കൊടുത്താൽ നമ്മളെ പരാതിക്ക് ഒരു ഇത് എടുക്കണ്ടേ, അതുമില്ല. അവര് ചെന്നാൽ നമ്മൾ പ്രതിയുമായിരിക്കണം അവരെ മുന്നിൽ പറഞ്ഞാല്. അത് ഇനി പിന്നെ ഈ SIക്ക് കൊടുത്ത് പരാതി, SIക്ക് പരാതി കൊടുത്ത് ഞങ്ങള് DSPക്ക് അങ്ങോട്ട് കൊടുക്കാൻ ചെന്നപ്പോ പേപ്പർ എത്തുന്നു പിടിച്ചു കണ്ട് പറഞ്ഞ്, നിങ്ങള് ആ എല്ലാ കേസും അന്വേഷിക്കേണ്ടത് ഞങ്ങളാണ്, അവരല്ല, ഞങ്ങളെടുത്ത് തന്നാളിന്നും പറഞ്ഞു. ആ കള്ളത്ത് തിരിച്ചു തന്ന്. പിന്നെ ഇവരെ പേപ്പർ ഞങ്ങള് ഈ പിന്നെ യാദൃശ്യമായിട്ട് പിന്നെ ഞങ്ങൾ ഈ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ ചെന്ന് എൻ്റെ മൊഴി എടുത്തപ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നു മൊഴിയില്. അപ്പൊ പോലീസുകാർ ഇന്നിട്ട് പറയുന്നത് എന്താണ്, ഇത് നിങ്ങളെ മോന് പിന്നെ ആത്മഹത്യ ചെയ്തല്ലേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യൂല എൻ്റെ മോൻ തന്നെ. അപ്പൊ മറ്റേ എഴുതുന്ന ആള് പറഞ്ഞത് നിങ്ങൾ മുണ്ടല്ലിന്ന് തന്നെ, അവരോട് മുണ്ടല്ലിന്ന് തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം CIന്റെ എത്തി പോവാണ്, CIന്റെ എത്തിക്കൊണ്ടേ CIനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ CI പറഞ്ഞോട് ഞാൻ പറഞ്ഞു, എനിക്കിതിൽ നീതി കിട്ടണം, എന്റെ മോൻ സ്വയം ചെയ്തിട്ടില്ലത്, ഇത് അവരെ കൊന്ന് തൂക്കിയതാ. അതുകൊണ്ട് പിന്നെ ഇവര് പറഞ്ഞ തൂങ്ങി മരണമെന്നാണല്ലോ ഇവര് പറഞ്ഞത്. നമുക്ക് ആ വിശ്വാസമില്ല. മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കി കുടുംബത്തിന് നീതി ലഭിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വെട്ടൻ ന്യൂസ്, താന്നൂർ. രണ്ടത്താണി തോടന്നൂർ തുഷാര ക്ലബ്ബ് സിൽവർ ജൂബിലി ആഘോഷിച്ചു. ചടങ്ങ് കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KP കരീമിനും ഡോക്ടർ C അബ്ദുൽ ഹമീദിനും സിൽവർ ജൂബിലി പ്രത്യേക ഉപഹാരം സമർപ്പിച്ചു. തുഷാര ക്ലബ്ബ് ഉപദേശക സമിതി ചെയർമാൻ
ഡോക്ടർ പുളക്കോടൻ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്ക് സ്പോർട്സ് തെറാപ്പി, ഭിന്നശേഷി കലോത്സവം, നഴ്സറി കലോത്സവം, ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ, തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കൽ, പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ, അങ്കണവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ എന്നിവരെ ആദരിക്കൽ തുടങ്ങിയവ സംഘടിപ്പിച്ചു. തുഷാര ക്ലബ്ബ് സിൽവർ ജൂബിലി പ്രത്യേക ഉപഹാരം ഡോക്ടർ KP കരീമിനും കോട്ടക്കൽ യൂണിവേഴ്സൽ മേധാവി ഡോക്ടർ C അബ്ദുൽ ഹമീദിനും കുറുക്കോളി മൊയ്തീൻ MLA സമ്മാനിച്ചു. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് AP സോബാഹ്, മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, CK ബാവക്കുട്ടി, ക്ലബ്ബ് പ്രസിഡന്റ് അച്യുത് കാലുടി, സെക്രട്ടറി VA ഫൈസൽ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP അബ്ദുൽ കരീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമചന്ദ്രൻ നെല്ലിക്കുന്ന്, ഷബ്ന കാലുടി എന്നിവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് കോട്ടക്കൽ. തിരൂർ മഞ്ചേരി റൂട്ടിൽ ഓടുന്ന ബർസാത്ത് ബസ് പാലിയേറ്റീവ് ദിന കളക്ഷന്റെ ഭാഗമായി ബസ് സർവീസ് നടത്തി. വയലത്തൂരിലെ ഒരുമ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് സർവീസ് നടത്തിയത്. വയലത്തൂർ ഒരുമ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് ദിന ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ ബസ് സർവീസ് ഉദ്ഘാടനം ഒരുമ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി മാസ്റ്റർ നിർവഹിച്ചു. ജനുവരി 13 പാലിയേറ്റീവിന്റെ കളക്ഷൻ ദിവസമാണ്. ബർസാത്ത് ബസ് എല്ലാ വർഷവും ഒരുമയ്ക്ക് വേണ്ടിയിട്ട് ബർസാത്തിലെ ജീവനക്കാരും അതേപോലെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയുമാണ് നമ്മുടെ വർഷത്തിലുള്ള വലിയ രീതിയിലുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ബർസാത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പൊന്മുണ്ട പഞ്ചായത്തിലെ നമ്മുടെ പരിസരത്തുള്ള കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് രംഗത്തിറങ്ങുകയാണ്. എല്ലാ തരത്തിലും ബർസാദ് സക്കീർ, ഒരുമ ഭാരവാഹികൾ, ബർസാദ് ബസ്സിലെ ജീവനക്കാർ, ഒരുമ വോളണ്ടിയർമാർ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. എല്ലാ വർഷവും ബർസാദ് ഗ്രൂപ്പ് ഒരുമ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കളക്ഷന് വേണ്ടി ഓടാറുണ്ട്. വെട്ടന്യൂസ് വയലത്തൂർ. തിരൂർ മജസ്റ്റിക് ജ്വല്ലറി നഗരസഭാ അംഗങ്ങൾക്ക് സ്വീകരണവും തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. മജസ്റ്റിക് ജ്വല്ലറിയും മാതൃഭൂമി ദിനപത്രവും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം സംഘടിപ്പിച്ചത്. 31 സീറ്റുകൾ നേടി തിരൂർ നഗരസഭയിൽ UDF അധികാരത്തിലെത്തുമെന്ന് 3 പേരാണ് പ്രവചിച്ചത്. മലപ്പുറം ഡൗൺഹിൽ സ്വദേശി നൈക്കൽ സമീറ, വെളിമുക്ക് മാപ്പിളി വീട്ടിൽ ഖാദർ, ഒഴൂർ മാടമ്പാട്ട് വീട്ടിൽ ആയിഷ എന്നിവരാണ് 31 സീറ്റുകൾ നേടി തിരൂർ നഗരസഭയിൽ UDF അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചത്. ഇവരിൽ നിന്ന് നറുക്കിട്ട് സമീറ 1ാം സമ്മാനമായ സ്വർണ്ണ നാണയത്തിന് അർഹയായി. 10 പേർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി. വിജയികൾക്ക് തിരൂർ നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മാതൃഭൂമി കോട്ടക്കൽ സീനിയർ റീജിയണൽ മാനേജർ C സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി, തിരൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസിർ പൊട്ടച്ചോല, കൗൺസിലർമാരായ ഗഫൂർ പി ലിലീസ്, നിർമ്മല കുട്ടികൃഷ്ണൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, സെക്രട്ടറി സമദ് പ്ലസന്റ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, മജസ്റ്റിക് ജ്വല്ലേഴ്സ് ഡയറക്ടർമാരായ പൂവിൽ അഹമ്മദ്, പൂവിൽ അബ്ദുൽ ലത്തീഫ്, PA റഷീദ്, മമ്മി ചെറുതോട്ടത്തിൽ, സാഗർ അബ്ദുള്ള, നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.